പുതിയൊരു വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് ഇന്ന് കഴിഞ്ഞ റോ എപ്പിസോഡിൽ നിന്ന് നമുക്ക് ലഭിച്ച കുറച്ച് സ്റ്റോറി ലൈൻ അപ്ഡേറ്റുകളാണ്. അതിൽ റോ എപ്പിസോഡിലെ സ്റ്റോറി ലൈൻ അപ്ഡേറ്റുകളിലേക്ക് കടക്കുന്നതിന് മുൻപ് ഇന്നത്തെ റോ എപ്പിസോഡിന് ഒരു 5 സ്റ്റാർ റേറ്റിംഗ് ഇട്ടാൽ നിങ്ങൾക്ക് എത്ര സ്റ്റാർ കൊടുക്കാൻ പറ്റും എന്നുള്ള അഭിപ്രായം ഇപ്പോൾ തന്നെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് റോ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ലയോ എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ആദ്യമായി പങ്കുവെക്കാനുള്ള അപ്ഡേറ്റ് അടുത്ത റോ എപ്പിസോഡിലേക്ക് കൺഫേം ചെയ്തിട്ടുള്ള മാച്ച് കാർഡുകളെ സംബന്ധിച്ചാണ്. അടുത്ത റോ എപ്പിസോഡിലേക്ക് പെൻഡ വേഴ്സസ് പീറ്റ് ഡൺ തമ്മിലുള്ള ഒരു സിംഗിൾസ് മത്സരം കൺഫേം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിലവിലെ WWE അടുത്ത പ്രീമിയം ലൈവ് ഇവൻ്റായ എലിമിനേഷൻ ചേംബറിലേക്കുള്ള ക്വാളിഫയിങ് മത്സരങ്ങൾ കൺഫേം ചെയ്തിട്ടുണ്ട്. വുമൻസ് ക്വാളിഫയിങ് മത്സരത്തിൽ NXTയുടെ സൂപ്പർ സ്റ്റാറായ റോക്സീനി പെരസ് ജഡ്ജ്മെൻറ്റുടെ ടീം അംഗമായ റെഗൽ റോഡ്രിഗസിനെ നേരിടുന്ന ക്വാളിഫയിങ് മത്സരമാണ് കൺഫേം ചെയ്തിട്ടുള്ളത്. മെൻസ് എലിമിനേഷൻ ചേംബറിലേക്ക് ജഡ്ജ്മെൻറ്റുടെ ലീഡറായ ഫിൻ ബാലറും സെത്ത് ഫ്രിക് റോളിൻസും തമ്മിലുള്ള ഒരു ക്വാളിഫയിങ് മത്സരം കൺഫേം ചെയ്തിട്ടുണ്ട്. കൂടാതെ അടുത്ത റോ എപ്പിസോഡിലേക്ക് കൺഫേം ചെയ്തിരിക്കുന്ന മറ്റൊരു സിംഗിൾസ് മത്സരം AJ സ്റ്റൈൽസ് വേഴ്സസ് ഡൊമിനിക് മിസ്റ്റീരിയോ തമ്മിലുള്ള ഒരു സിംഗിൾസ് മത്സരമാണ്. ഇന്നത്തെ റോ എപ്പിസോഡിൽ AJ സ്റ്റൈൽസിൻ്റെ സെഗ്മെൻറ്റും അതിനെ ഇൻട്രപ്റ്റ് ചെയ്തുകൊണ്ട് ഡൊമിനിക്കും കാർലിറ്റോയും വരുന്നതും ആ സെഗ്മെൻറ്റ് അവസാനം ഒരു ഫൈറ്റിലേക്ക് പോകുന്നതും അവിടെ AJ സ്റ്റൈൽസ് സ്റ്റാൻഡിങ് ടോൾ എന്നുള്ളൊരു രീതിയിൽ സെഗ്മെൻറ്റ് അവസാനിക്കുന്നതായിട്ടും നമുക്ക് കാണാൻ സാധിച്ചു. അപ്പോൾ AJയുടെ ഇനിയുള്ള റോ എപ്പിസോഡുകളിലെ അപ്പിയറൻസ് ജഡ്ജ്മെൻറ്റ് ഡേക്കെതിരെയുള്ള സ്റ്റോറിയായിട്ട് മുന്നോട്ട് പോകും. കൂടാതെ അതിനുശേഷം വന്ന ഒരു ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റിൽ ഫിൻ ബാലറും ഡൊമിനിക് മിസ്റ്റീരിയോയ്ക്കും തമ്മിൽ വലിയ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതും അവർ കാണിച്ചു തന്നിട്ടുണ്ട്. അടുത്ത റോ എപ്പിസോഡ് ജഡ്ജ്മെൻറ്റുടെ സ്റ്റോറിയെ സംബന്ധിച്ച് നിർണായകമായിട്ടുള്ള ഒരു എപ്പിസോഡായിരിക്കും എന്നുള്ളതിൽ സംശയമില്ല. രണ്ടാമത്തെ അപ്ഡേറ്റ് എലിമിനേഷൻ ചേംബർ മത്സരങ്ങളിലെ വലിയ ഡെവലപ്മെൻറ്റ് നമുക്ക് ഇന്നത്തെ റോ എപ്പിസോഡിലൂടെ കാണാൻ സാധിച്ചു. അതിൽ ആദ്യത്തേത് വുമൻസ് എലിമിനേഷൻ ചേംബർ മത്സരത്തെ സംബന്ധിച്ചാണ്. നിലവിലെ വുമൻസിൻ്റെ ഇന്റർ കോണ്ടിനെൻ്റൽ ചാമ്പ്യനായ ലൈറ വാൽക്കീരിയയും വെറ്ററൻ റെസ്ലറായ ബെയ്ലിയും തമ്മിൽ ഏറ്റുമുട്ടിയ ക്വാളിഫയിങ് മത്സരത്തിൽ ലൈറ വാൽക്കീരിയയെ പരാജയപ്പെടുത്തിക്കൊണ്ട് ബെയ്ലി ക്വാളിഫൈ നേടുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അപ്പോൾ റോയിൽ നിന്ന് ഇപ്പോൾ ലിവ് മോർഗൻ ഓൾറെഡി ക്വാളിഫൈ നേടിയിട്ടുണ്ടായിരുന്നു. സ്മാക്ഡൗണിൽ നിന്ന് അലക്സിയ ബ്ലിസും അതുപോലെ തന്നെ ബിയാങ്ക ബെലേറും ക്വാളിഫൈ നേടിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ ബെയ്ലി കൂടി ക്വാളിഫൈ നേടിയിരിക്കുന്നു. അപ്പോൾ 4 പേര് കൺഫേം ആയിട്ടുണ്ട്. അപ്പോൾ മെൻസ് എലിമിനേഷൻ ചേംബർ ക്വാളിഫൈ മത്സരങ്ങളെ സംബന്ധിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ലോഗൻ പോൾ റെയ്മിസ്റ്ററിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് മെയിൻ ഇവൻറ്റിലെ മത്സരത്തിൽ വിജയിച്ച് ക്വാളിഫൈ നേടുന്നത് നമുക്ക് കാണാൻ സാധിച്ചു. ക്ലീൻ ആയിട്ടുള്ള ഒരു വിജയമായിരുന്നു ലോഗൻ പോളിന് നേടിയെടുക്കാൻ സാധിച്ചത്. ലോഗൻ പോളും കൂടി ക്വാളിഫൈ നേടുന്നതിലൂടെ ജോൺസിന, CM പങ്ക്, ലോഗൻ പോള്, അതുപോലെ തന്നെ സ്മാക്ഡൗണിൽ നിന്ന് ഇപ്പോൾ ക്വാളിഫൈ നേടിയിട്ടുള്ളത് ഡ്രൂ മാക്കിൻറ്റയർ തുടങ്ങിയവരാണ്. അങ്ങനെ 4 പേരും മെൻസ് എലിമിനേഷൻ ചേംബറിലേക്കും ക്വാളിഫൈ നേടിയിട്ടുണ്ട്. മൂന്നാമത്തെ അപ്ഡേറ്റ് ഇന്നത്തെ റോ എപ്പിസോഡിലെ ഏറ്റവും വലിയ ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് റസൽമേനിയ 41 ആദ്യ മത്സരം ഒഫീഷ്യലി കൺഫേം ചെയ്തു എന്നാണ്. 2025 മെൻസ് റോയൽ റംബിളിൽ വിജയിച്ച മെയിൻ ഇവൻറ്റ് ജെ ഊസോ അദ്ദേഹത്തിൻ്റെ ചലഞ്ച് കൺഫേം ചെയ്തിരിക്കുന്നു. നിലവിലെ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനായ ഗിന്തർ ആയിരിക്കും അദ്ദേഹം ചലഞ്ച് ചെയ്യാൻ പോകുന്ന ചാമ്പ്യൻ എന്നുള്ളത് ജെ ഊസോ കൺഫേം ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ റോ എപ്പിസോഡ് ആരംഭിക്കുന്നത് ജെ ഊസോയുടെ സെഗ്മെൻറ്റോട് കൂടിയിട്ടാണ്. പതിവ് പോലെ ജെയുടെ ഈറ്റ് എന്ന് പറയുന്ന ആ ഒരു സിമ്പിളൊക്കെ കാണിച്ച് അദ്ദേഹം സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു സമയത്ത് അപ്രതീക്ഷിതമായിട്ടുള്ള ഗിന്തറിൻ്റെ ആക്രമണം, ആ ആക്രമണത്തിൽ ഗിന്തർ ജെ ഊസോയെ ബ്രൂട്ടലായി ആക്രമിച്ച് അങ്ങനെ റിങ് വിട്ട് എൻട്രൻസ് സ്റ്റേജിലേക്ക് വരെ എത്തി. അപ്പോൾ ജെ ഊസോ പറയുന്നുണ്ട്, ഇനി എനിക്ക് മേലും കീഴും ഒന്നും നോക്കാനില്ല, റസൽമേനിയ 41 ഞാൻ നിന്നെ ഗിന്തറിനെ വേൾഡ് ചാമ്പ്യൻഷിപ്പിന് വേണ്ടി ചലഞ്ച് ചെയ്യുന്നു എന്നുള്ളത്. അത് കേട്ട ഉടനെ തന്നെ ഗിന്തർ തിരിച്ചടിക്കാൻ വേണ്ടി റിങ്ങിലേക്ക് വരുന്നു. എന്നാൽ ജെ ഊസോ അങ്ങോട്ട് ഒരു പ്രത്യാക്രമണമാണ് നടത്തുന്നത്. അങ്ങനെ ഇരുവരും തമ്മിലുള്ള ഒരു ഫൈറ്റ് പിന്നീട് കൂടുതൽ സെക്യൂരിറ്റി ഗാർഡ്സ് വന്നിട്ട് ഇരുവരെയും പിടിച്ചു മാറ്റി നിർത്തുന്നതുമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. റസൽമേനിയ 41 ആദ്യ മത്സരമായിട്ടാണ് ഈ ഒരു വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പ് മത്സരം കൺഫേം ചെയ്തത്. ഒരു ഡ്രോബാക്ക് ആയിട്ട് എനിക്ക് പറയാനുള്ളത്, ഓൾറെഡി ഈ ജനുവരി മാസത്തിൽ നടന്ന സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവൻ്റ് എന്ന TV സ്പെഷ്യൽ എപ്പിസോഡിൽ അവർ കാണിച്ച ഒരു ചാമ്പ്യൻഷിപ്പ് മത്സരമായിരുന്നു ഇരുവരും തമ്മിലുള്ളത്. അത് തന്നെയാണ് റസൽമേനിയ 41 ഭയങ്കര ഹൈപ്പൊക്കെ കൊടുത്തിട്ട് അവർ കൊണ്ടുവരുന്നത്. ഹൈപ്പിനൊത്ത് അവർക്ക് പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കുമോ, ഹൈപ്പിനൊത്തിട്ടുള്ള ഒരു ബിൽഡപ്പ് മത്സരത്തിന് ഉണ്ടാക്കാൻ സാധിക്കുമോ എന്ന് അറിയില്ല. പക്ഷേ എന്തായാലും ജെ ഊസോയിലൂടെ ഭയങ്കര ഹൈപ്പ് സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അത് വിജയകരമാകുമോ എന്നുള്ളത് നമുക്ക് ഇനിയുള്ള റോ എപ്പിസോഡിലൂടെ കണ്ടറിയാം. 4ാമത്തെ സ്റ്റോറി ലൈൻ അപ്ഡേറ്റ് ലെജൻഡ് WWE ഹോൾ ഓഫ് ഫെയിമറായ റെയ്മിസ്റ്റീരിയോയുടെ നിലവിലെ കണ്ടീഷനെ സംബന്ധിച്ചാണ്. ഇന്നത്തെ റോ എപ്പിസോഡിൻ്റെ മെയിൻ ഇവൻറ്റിൽ റെയ്മിസ്റ്റീരിയോയ്ക്ക് ഒരു മത്സരം ലഭിച്ചു. റെയ്മിസ്റ്റീരിയോയ്ക്ക്
ഒരു ക്ലീൻ ആയിട്ടുള്ള പരാജയമാണെങ്കിലും കുറച്ചധികം TV ടൈം കിട്ടുന്ന രീതിയിലുള്ള ഒരു മത്സരം റോ എപ്പിസോഡിൽ ലഭിച്ചു എന്ന് പറയുമ്പോൾ തന്നെ അത് വലിയ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ്. റേ വിജയിക്കുമെന്നൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. റേയുടെ ഭാഗത്ത് നിന്ന് കിടിലമായിട്ടുള്ള ഒരു പെർഫോമൻസ് കാണാൻ സാധിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. ആ ഒരു പ്രതീക്ഷ ഒരിക്കലും തെറ്റിയില്ല. ലോഗൻ പോൾ റേ മിസ്റ്റീരിയോയെ പരാജയപ്പെടുത്തുന്നത് തന്നെയാണ് കാണാൻ സാധിച്ചത്. അതിനുശേഷം റേ മിസ്റ്റീരിയോയെ ന്യൂ ഡേ എന്ന് പറയുന്ന ടീം ബ്രൂട്ടലായി ആക്രമിക്കുന്നതായി നമുക്ക് കാണാൻ സാധിച്ചു. റോ എപ്പിസോഡിൽ ആ ഒരു ആക്രമണം വെറും സെക്കൻഡുകൾ കൊണ്ട് അവർ അവസാനിപ്പിച്ചു. അതായത് TVയുടെ ആ ഒരു ടൈം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ റോ എപ്പിസോഡിന് ശേഷം എക്സ്ക്ലൂസീവ് ഡിജിറ്റൽ വീഡിയോ എന്ന് പറഞ്ഞുകൊണ്ട് WWE തന്നെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ ആ ആക്രമണത്തിൻ്റെ തുടർഭാഗങ്ങൾ വീഡിയോ പുറത്തേക്ക് വിട്ടിട്ടുണ്ടായിരുന്നു. ആ തുടർഭാഗങ്ങളിൽ റേ മിസ്റ്റീരിയോയുടെ കാലിനെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ന്യൂ ഡേ ടീമിലെ സേവിയർ വുഡ്സിൻ്റെയും കോഫി കിങ്സ്റ്റൻ്റെയും ആക്രമണം നമുക്ക് കാണാൻ സാധിച്ചു. അവിടെ റേ മിസ്റ്റീരിയോയെ രക്ഷിക്കാൻ വേണ്ടി LWO മെമ്പറായ സ്പീഡ് ചാമ്പ്യനായ ഡ്രാഗൻ ലിയുടെ ഒരു അപ്പിയറൻസ് ഉണ്ടായിരുന്നു. കാര്യമുണ്ടായില്ല. ആദ്യം 1-2 മൂവ്സൊക്കെ ചെയ്തു എന്നുണ്ടെങ്കിലും ന്യൂ ഡേ ഡ്രാഗൻ ലിയെയും ആക്രമിക്കുന്നു. അവസാനം സെക്യൂരിറ്റി ഗാർഡ്സ് വന്നിട്ട് ന്യൂ ഡേയെ പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ന്യൂ ഡേ ടീമിലെ സേവിയർ വുഡ്സ് സ്റ്റീൽ ചെയർ ഉപയോഗിച്ചുകൊണ്ട് റേ മിസ്റ്റീരിയോയുടെ കാലിനെ ആക്രമിക്കുന്നുണ്ട്. റേ മിസ്റ്റീരിയോ തുടർ പരാജയങ്ങൾ നേരിടുന്നതിൽ യാതൊരുവിധ പ്രശ്നവുമില്ല. തുടർ പരാജയങ്ങളിൽ ഒതുങ്ങാതെ അദ്ദേഹത്തെ ബ്രൂട്ടലായി ആക്രമിക്കുന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ ലെജൻഡറി കരിയറിനെ തന്നെ മോശമാകുന്ന രീതിയിലുള്ള ചെറിയ ചെറിയ സെഗ്മെൻറ്റുകളൊക്കെ കൊടുക്കുമ്പോൾ റേ മിസ്റ്റീരിയോ ഇതുവരെ ബിൽഡ് ചെയ്ത് കൊണ്ടുവന്ന അദ്ദേഹത്തിൻ്റെ ആ ഒരു കരിയറിന് കോട്ടം സംഭവിക്കുന്നുണ്ടോ എന്നുള്ളത് ഒരു വലിയ സംശയമായി മാറുന്നുണ്ട്. റേ മിസ്റ്റീരിയോ പരാജയങ്ങൾക്കൊപ്പം ഇത്തരത്തിലുള്ള സെഗ്മെൻറ്റുകൾ കൂടി ചെയ്യുമ്പോൾ റേ മിസ്റ്റീരിയോയെ ആരാധകരെ സംബന്ധിച്ചു വളരെ ഒരു സങ്കടപ്പെടുത്തുന്ന ഒരു മൊമെൻറ്റ് കൂടിയാണ്. എന്നാൽ റേ മിസ്റ്റീരിയോയെ എന്തുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ റേ മിസ്റ്റീരിയോ നിർത്തി പൊയ്ക്കൂടെ എന്ന് വരെ ആരാധകർ ചോദിക്കുമ്പോൾ അതിന് ഏക ഉത്തരമാണ് പറയാനുള്ളത്. റേ മിസ്റ്റീരിയോയെ ഇങ്ങനെ കാണിക്കുന്നതിലൂടെ റേ മിസ്റ്റീരിയോയെ ആരാണോ ആക്രമിക്കുന്നത്, റേ മിസ്റ്റീരിയോയെ ആരാണോ പരാജയപ്പെടുത്തുന്നത് അവർക്ക് ഒരു ഹീറ്റ് ലഭിക്കും. അതായത് റേ മിസ്റ്റീരിയോയെ ഇപ്പോൾ ലോഗൻ പോൾ ക്ലീനായി പരാജയപ്പെടുത്തി. അപ്പോൾ ലോഗൻ പോളിനെ നമ്മളെല്ലാവരും വെറുക്കും. ന്യൂ ഡേ വന്നിട്ട് റേ മിസ്റ്റീരിയോയെ ആക്രമിച്ചു. അപ്പോൾ ന്യൂ ഡേ എന്ന് പറയുന്ന ടീമിനെയും നമ്മൾ വെറുക്കും. അപ്പോൾ അതാണ് WWE ഇവിടെ ഉന്നം വെക്കുന്നത്. റേ മിസ്റ്റീരിയോയെ പോലെ ഇത്രയും ഫാൻ ഫേവറേറ്റ് ആയിട്ട് നിൽക്കുന്ന റെസ്ലറിനെ തരം താഴ്ത്തുന്ന രീതിയിൽ കാണിച്ച് റേ മിസ്റ്റീരിയോയ്ക്കെതിരെ വിജയം നേടുന്ന റെസ്ലർ, ആക്രമണം നടത്തുന്ന റെസ്ലേഴ്സ്, അവർക്ക് ഹീറ്റ്, അവരെ മാക്സിമം ആളുകൾ വെറുക്കണം, അവരുടെ ക്യാരക്ടറിനെ മാക്സിമം വെറുക്കണം. ആ രീതിയിലേക്കുള്ള ഒരു ഹീറ്റ് ഉണ്ടാക്കാനാണ് അവർ ശ്രമിക്കുന്നത്. അതിൽ 100% ട്രിപ്പിൾ എച്ചിൻ്റെ ഐഡിയ വിജയിക്കുന്നുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ലോഗൻ പോളിനും ഇപ്പോൾ ന്യൂ ഡേക്കും ലഭിച്ചിരിക്കുന്ന ഒരു ഹീറ്റിൽ ഒരു പരിധിവരെ റേ മിസ്റ്റീരിയോയ്ക്ക് എതിരെയുള്ള സെഗ്മെൻറ്റുകളാണ് എന്ന് തന്നെ പറയേണ്ടി വരും. അപ്പോൾ അതുകൊണ്ടാണ് റേ മിസ്റ്റീരിയോയെ ഇത്രയും തരം താഴ്ത്തുന്ന രീതിയിൽ, മോശപ്പെടുത്തുന്ന രീതിയിലുള്ള മത്സരങ്ങൾ, റിസൾട്ടുകൾ, അതുപോലെ തന്നെ സെഗ്മെൻറ്റുകളും അവർ കാണിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. 5ാമത്തെ സ്റ്റോറി ലൈൻ അപ്ഡേറ്റ് ടാഗ് ടീം മത്സരങ്ങളെ സംബന്ധിച്ചാണ്. നമുക്കിന്നത്തെ റോയിൽ ഒരു ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് മത്സരം കാണാൻ സാധിച്ചു. വേൾഡ് ടാഗ് ടീം ചാമ്പ്യന്മാരായ വാർ റൈഡേഴ്സ് അമേരിക്കൻ മെയ്ഡിലെ ക്രീഡ് ബ്രദേഴ്സിനെതിരെയാണ് ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്തത്. മത്സരം അതികിടിലമായിരുന്നു. അവസാനം ക്രീഡ് ബ്രദേഴ്സ് ബെൽറ്റ് ഉപയോഗിച്ച് വാർ റൈഡേഴ്സിനെ ആക്രമിക്കുന്നതിലൂടെയാണ് മത്സരം ഡിസ്ക്വാളിഫിക്കേഷനിലൂടെ അവസാനിക്കുന്നത്. വാർ റൈഡേഴ്സും ക്രീഡ് ബ്രദേഴ്സും തമ്മിലുള്ള സ്റ്റോറി ഇനിയും മുന്നോട്ട് പോകും എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. റോ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ കാണാൻ സാധിച്ച വുമൻസ് ഡിവിഷനെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ടാഗ് ടീം മത്സരം ഉണ്ടായിരുന്നു. ഡാമേജ് കൺട്രോളും ജഡ്ജ്മെൻറ്റ് ഡേയും തമ്മിലുള്ള വുമൻസ് ടാഗ് ടീം ഡിവിഷനിൽ നിന്നുള്ള ഒരു മത്സരം അതികിടിലമായിട്ടുള്ള മത്സരം എന്ന് തന്നെ പറയേണ്ടി വരും. ഡാമേജ് കൺട്രോളിൽ നിന്ന് ഡക്കോട്ട കായുടെ ഒരു തിരിച്ചുവരവും, ഡക്കോട്ട കായും ഇയോസ്കയും ടീമായിക്കൊണ്ട് റെഗൽ റോഡ്രിഗസ്, ലിവ് മോർഗൻ തുടങ്ങിയവർക്കെതിരെയാണ് മത്സരിച്ചത്. മത്സരം അതിഗംഭീരമായിരുന്നു. ഇയോസ്കയുടെ ഭാഗത്ത് നിന്ന് പതിവ് പോലെ എനർജറ്റിക് പെർഫോമൻസും റെഗൽ റോഡ്രിഗസും അതുപോലെ തന്നെ ലിവ് മോർഗനും നിറഞ്ഞാടിയ ഒരു മത്സരം എന്ന് തന്നെ പറയേണ്ടി വരും. ലിവ് മോർഗൻ്റെ ആ കണ്ണിൻ്റെ അവിടെ നിന്ന് പൊട്ടി ചോരയൊക്കെ വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചു. മത്സരത്തിൽ ഡാമേജ് കൺട്രോൾ ടീമിനാണ് വിജയിക്കാൻ സാധിച്ചത്. കൂടാതെ ഇയോസ്കൈ വേഴ്സസ് റിയ റിപ്ലി തമ്മിലുള്ള വുമൻസ് വേൾഡ് ചാമ്പ്യൻഷിപ്പ് മത്സരം എലിമിനേഷൻ ചേംബർ കഴിഞ്ഞ് വരുന്ന റോ എപ്പിസോഡിലേക്കും റിയ റിപ്ലി ഇപ്പോൾ കൺഫേം ചെയ്തിട്ടുണ്ട്. ഏറ്റവും അവസാനമായി പങ്കുവെക്കാനുള്ളത് ലോഗൻ പോളിന് നിലവിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഓവർ പുഷാണോ എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. വ്യക്തമായി പറയുകയാണെങ്കിൽ ഓവർ പുഷാണെന്ന് നമുക്ക് ഒറ്റയടിക്ക് പറയാൻ സാധിക്കുമെങ്കിലും ലോഗൻ പോൾ എന്ന് പറയുന്ന റെസ്ലറിൻ്റെ അല്ലെങ്കിൽ ലോഗൻ പോൾ എന്ന് പറയുന്ന സെലിബ്രിറ്റിയുടെ നിലവിലെ സോഷ്യൽ മീഡിയയിലെ ഒരു സ്റ്റാറ്റസ്, അതാണ് ഇവിടെ WWE മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നത്. ലോഗൻ പോൾ പരാജയപ്പെടുമോ എന്നുള്ള ഒരു ക്യൂരിയോസിറ്റിയിൽ കുറേയധികം
ആളുകൾ റോ എപ്പിസോഡ് കാണാൻ സാധ്യതയുണ്ട്. കാരണം സോഷ്യൽ മീഡിയയിൽ വളരെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസുള്ള റെസ്ലർ കൂടിയാണ് ലോഗൻ പോൾ. യൂട്യൂബിലും അതുപോലെ തന്നെ മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും ഒട്ടനവധി കോടിക്കണക്കിന് ആരാധകർ ലോഗൻ പോളിനുണ്ട്. അതുകൊണ്ട് തന്നെ ലോഗൻ പോളിൻ്റെ മത്സരങ്ങൾ വീക്ഷിക്കാനും റെസ്ലിംഗ് ഇഷ്ടപ്പെടാത്ത ആരാധകർ പോലും സമയം കണ്ടെത്തി വരണം എന്നുള്ളത് കൊണ്ടാണ് ലോഗൻ പോളിനെ ഇങ്ങനെ പുഷ് ചെയ്തു കൊണ്ടുപോകുന്നത്. രണ്ടാമത്തെ പോയിന്റ് ലോഗൻ പോളിൻ്റെ ക്യാരക്ടറാണ്. അദ്ദേഹം ഹീലാണ്. മാക്സിമം ഹീൽ ഹീറ്റ് ഉണ്ടാക്കണം. അതുകൊണ്ടാണ് CM പങ്കിനെ പോലെയുള്ള ഒരു സൂപ്പർ താരത്തിൻ്റെ സെഗ്മെൻറ്റ് ഇൻട്രപ്റ്റ് ചെയ്തുകൊണ്ട് ലോഗൻ പോൾ വരുന്നതും റെയ്മിസ്റ്റിഡിയെ ലോഗൻ പോൾ ക്ലീനായി പരാജയപ്പെടുത്തുന്നതും നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സൂപ്പർ സ്റ്റാർസ് പങ്കെടുക്കുന്ന എലിമിനേഷൻ ചേംബർ പോലെയുള്ള ഒരു മത്സരത്തിലേക്ക് ലോഗൻ പോൾ ക്വാളിഫൈ നേടുന്നതും എല്ലാം. അപ്പോൾ നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ട താരങ്ങൾക്കെതിരെ ലോഗൻ പോളിനെ പോലെയുള്ള ഒരു താരം വരുമ്പോൾ ലോഗൻ പോളിന് ഓട്ടോമാറ്റിക്കായിട്ടൊരു ഹെയ്റ്റ് ലഭിക്കും. ആ ഹെയ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് ലോഗൻ പോളിൻ്റെ ക്യാരക്ടർ ബിൽഡ് ചെയ്യുക എന്നുള്ളതിൽ ഉപരി ലോഗൻ പോളിനെ ഉപയോഗിച്ചുകൊണ്ട് വലിയ പദ്ധതികളൊന്നും WWE ഇല്ല. അദ്ദേഹത്തിനുള്ള സെലിബ്രിറ്റി സ്റ്റാറ്റസ് അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതിൽ ഉപരി ലോഗൻ പോളിനെ വലിയ രീതിയിൽ ഒരു വേൾഡ് ചാമ്പ്യൻ ആക്കുന്ന രീതിയിലേക്കുള്ള സ്റ്റോറിയൊന്നും WWE ബിൽഡ് ചെയ്യാൻ സാധ്യതയില്ല. മിഡ് കാർഡ് ചാമ്പ്യൻഷിപ്പായ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യൻഷിപ്പ് എന്ന ലോഗൻ പോളിന് കൊടുത്തത് അദ്ദേഹത്തിൻ്റെ ആരാധകരെ ഓട്ടോമാറ്റിക്കായി WWE ആരാധകരാക്കി മാറ്റുക എന്നുള്ളൊരു തന്ത്രം ഉപയോഗിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഇതാണ് ലോഗൻ പോളിനെ ഇത്രയും പുഷ് കൊടുത്ത് കൊണ്ടുവരാനുള്ള കാരണങ്ങൾ എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.